ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചില ടി വി അവതാരകരുണ്ട്. ടി വി ഏത് ചാനൽ എടുത്തോട്ടെ, ചെറിയ ഓൺലൈൻ മാധ്യമങ്ങൾ ഏതായിക്കോട്ടെ, ഭയങ്കര അഹങ്കാരം. ഇവർ വിളിച്ച് വരുത്തി ആളെ അവിടെ ഇരുത്തി കഴിഞ്ഞിട്ട് ഒരുമാതിരി ചൊറിയണ വർത്താനം പറയും. ചില ചോദ്യങ്ങൾക്ക് ചോദിക്കുന്ന ദൈവമേ, ഞാനായിരിക്കണം ആ സ്ഥാനത്ത്, അവനെയൊക്കെ എടുത്ത്, അല്ലെങ്കിൽ അവനായിക്കോട്ടെ അവളായിക്കോട്ടെ, പെൺകുട്ടികളും കണക്കാം, ആ രീതിയിൽ ചൊറിയണ വർത്തമാനം പറയും. നമ്മുടെ ശരണ്യ അതിന് സൂപ്പർ മറുപടി കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് കേട്ട് നോക്കാട്ടാ. ഏതാ ശരണ്യ എന്നറിയില്ലേ? നമ്മുടെ ബിഗ് ബോസിൽ നിന്ന് ഔട്ടായ ശരണ്യ. ബിഗ് ബോസിൽ നിന്ന് ഔട്ടായി വന്ന ദിവസം കൊടുത്ത ഒരു ചാനലിന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിലാണ് ഈ കണക്കിന് അവൾ മറുപടി കൊടുക്കുന്നത്. അവൾ സത്യത്തെ ബിഗ് ബോസിൽ നിൽക്കുമ്പോൾ എനിക്ക് വലിയ അഭിപ്രായം ഉണ്ടായിരുന്നില്ല. കാരണം അവളുടെ ഡ്രസ്സിങ്ങും എല്ലാം കൂടെ കണ്ടിട്ട് എനിക്ക് അത്ര വലിയ അഭിപ്രായം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിന് മറുപടി കണക്കിന് കൊടുത്തപ്പോൾ എനിക്ക് ആ കുട്ടിയോട് എന്താ പറയുക, ആരാധന തോന്നിപ്പോകുന്നു. ശരണ്യ മോളെ, ഒന്ന് അവളുടെ മറുപടി ഒന്ന് കണ്ടു നോക്കാട്ടോ. ശരണ്യ, അഖിൽമാരാര് ഉന്നയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് സ്ത്രീകൾ ബിഗ് ബോസിൽ കയറണമെങ്കിൽ വഴങ്ങിക്കൊടുത്തിട്ടാണ്. ഞാനിത് ചോദിക്കാൻ കാരണം, ആ അഖിൽമാരാര് ആ പേര് വെളിപ്പെടുത്തുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് സ്ത്രീകളെന്ന് പറയുമ്പോൾ ശരണ്യ ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കാളികളല്ലേ? ഈ കാര്യം നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ നേരെ പോയിട്ട് അങ്ങേരോട് ചോദിച്ചാൽ പോരെ. എന്തിനാണ് എന്നോട് ഈ കാര്യം ചോദിക്കുക? എന്റെ പേര് അയാൾ എടുത്തോ, എന്റെ പേരെടുത്തോ, ശരണ്യ എന്ന് പറഞ്ഞെടുത്തോ. ശരണ്യ സ്ത്രീയാണ്. സമൂഹത്തിൽ നല്ല പേരും നല്ല റെപ്യൂട്ടേഷനിലും ജീവിച്ച് വളർന്ന ഒരാളാണ് ഞാൻ. നല്ലൊരു പേരും ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ ചുമ്മാ വേഷം കെട്ടുള്ള കാര്യങ്ങൾക്ക് എന്റെ പേരെടുത്തോ. ഇതുപോലെ ആയിരിക്കും ഞാൻ സംസാരിക്കുക. എല്ലാം വലിച്ചെടുത്ത് ദൂരെ കളയും. ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ താങ്കൾ വിളിപ്പിച്ച എന്തിനാ എന്റെ കാര്യങ്ങൾ ചോദിക്കാനും എന്റെ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ചോദിക്കാനുമാണ്. പറയാൻ ഉത്തരവില്ല. അല്ലല്ല, ഇൻഡിവിജ്വൽ കാര്യം. ഹലോ ബ്രോ, ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ചോദിക്കാനാണോ വിളിച്ചത്? ആണോ? അപ്പൊ അത് ചോദിച്ചാൽ മതി. ശരണ്യനെ പറ്റി ചോദിക്കണമെങ്കിൽ ചോദിച്ചാൽ മതി. അഖിൽ മാറാണെങ്കിൽ അങ്ങോട്ട് വീട്ടിൽ പോയിട്ട് ചോദിച്ചോ, എന്നോട് ചോദിക്കണ്ട. ശരണ്യ ആ ലിസ്റ്റിലില്ല. ഓക്കെ. ഈ മറുപടി കേട്ടപ്പോൾ സത്യം ശരണ്യോട് ഒരു ബഹുമാനം തോന്നിയ നിമിഷം അതാണ്. ആ കുട്ടിന്റെ ഫിഗറിന്, ആ കുട്ടിയുടെ ബോഡി ഷേപ്പിന് എല്ലാതരം വസ്ത്രങ്ങളും ചേരുന്ന ഒരു ചിലവരുണ്ട്. ഈ കൊടക്കമ്പിമേ തുണി ചുറ്റിയ കോലത്തിൽ അതുകൾ ഇങ്ങനെ പ്രത്യേക തരം ഡ്രസ്സൊക്കെ ഇട്ട് പബ്ലിക്കിന്റെ മുന്നിൽ ഈ അടുത്ത സമയത്തൊക്കെ, ഞാൻ പേര് പറയുന്നില്ല, അതൊക്കെ ഭയങ്കര ബോറായിരുന്നു. അതേസമയം ഈ കുട്ടിയുടെ ബോഡി ഷേപ്പിന് എല്ലാ തരം ഡ്രസ്സും, അത് മോഡേൺ ആണെങ്കിലും ശരി, ട്രഡീഷണൽ ആണെങ്കിലും നന്നായി ചേരും. അവളത് എടുക്കും. അവളുടെ വീട്ടുകാർക്ക് കുഴപ്പമില്ല, അവളുടെ ഭർത്താവിന് കുഴപ്പമില്ല, അവളുടെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് കുഴപ്പമില്ല. പിന്നെ ആർക്കാ കുഴപ്പം? ഈ ടി വി അവതാരകനാവും. അത് ഈ ഷോ കഴിയുന്നവരെ അവളുടെ ആ ഡ്രസ്സിനെ കുറിച്ച് തന്നെ അവനെ ചോദിക്കാനുള്ളൂ. ഒന്ന് കേൾക്കുമ്പോഴുള്ള ഒരു സുഖമേ, അതുകൊണ്ട് ചോദിച്ചു. അവൾക്ക് ചൊറിഞ്ഞു വരാൻ തുടങ്ങിയിട്ട് സത്യത്തിൽ കുറെ നേരമായി. അപ്പൊ ഇതാണ് ഒന്ന് കിട്ടിയത്. കണക്കിന് മറുപടി കൊടുത്തു. ഈ മറുപടി ഇത് കണ്ടിട്ട് നമ്മുടെ അഖിൽമാരാർ എങ്ങനെ പ്രതികരിച്ചു എന്ന് നോക്കാട്ടോ. ശരണ്യ ആനന്ദ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് എന്തോ ഒരു വിവരവും ബോധവുമില്ലാത്ത ഒരു മരയോള അവൻ പോയിട്ട് ചോദിക്കുകയാണ്, അഖിൽമാരാ പറഞ്ഞല്ലോ ബിഗ് ബോസിൽ മത്സരാർത്ഥികളൊക്കെ കിടന്നു കൊടുത്തിട്ടാ പോണെന്ന്. യവനെയൊക്കെ മോന്താണ്ട് അവന്റെ ചെബുക്കലടിച്ച് പറിക്കല്ലേ വേണ്ടത്? അവനെ എന്റെ കൺമുന്നിൽ കണ്ട അവന്റെ ചെബുക്കലടിച്ച് പറിക്കണം എനിക്ക് തോന്നുന്നു. നീ എവിടുന്നാടാ കഴിവ് പറഞ്ഞ മോനെ ഇത് കേട്ടത്? അപ്പൊ ഉടനെ, അതായത് ഇപ്പൊ ശരണ്യ ഇത് കേട്ടിട്ടില്ല. ശരണ്യ ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പോൾ ഉണ്ടായ ഒരു വിഷയം, അല്ലെങ്കിൽ ശരണ്യ ആയിക്കോട്ടെ മറ്റൊരു സ്ത്രീ ആയിക്കോട്ടെ, ഇവരടുത്ത് പോയി ചോദിക്കുന്ന ഇതാണ്. ഇതിപ്പം കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത്? പച്ച തെമ്മാടിത്തരങ്ങള് ഓൺലൈൻ മാധ്യമ പ്രവർത്തന കോപ്പ എന്നും പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ നടന്ന ഒരാൾക്ക് പോയി ചോദിക്കുകയാണ്. അപ്പൊ ഇത് ചോദിക്കുമ്പോഴത്തേക്ക് ഈ കാര്യം എന്താണെന്ന് കേൾക്കാതെ ഈ പെൺകുട്ടികൾ പെട്ടെന്ന് അതിനകത്ത് റിയാക്ട് ചെയ്യുകയാണ്. അപ്പൊ ഇവരിങ്ങനെ റിയാക്ട് ചെയ്ത് ഇവർ സംസാരിക്കുന്നു. ഉടനെ ഇവരുടെ മറുപടി എടുത്ത് വെച്ച് അഖിൽമാരാർക്കെതിരെ ഇന്നാൾ, അഖിൽമാരാർക്കെതിരെ മറ്റേയാൾ. ശരിയാണ്. ശരണ്യ ബിഗ് ബോസിൽ പോയ സമയത്ത് നടന്ന, ആ കുട്ടി വരുന്ന വഴി കൊടുത്ത ഇന്റർവ്യൂ ആണ്. അപ്പോ അവൾക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല, എന്താ നടന്നതെന്ന് അറിയില്ല. അപ്പോഴാണ് ചൊറിയൻ അഖിൽമാരാർ പറയുന്നത്. അഖിൽമാരാർ പറഞ്ഞതെന്തോ, മറ്റുള്ളവർ പ്രചരിപ്പിക്കുന്ന എന്തോ, അതെന്തോ ആയിക്കോട്ടെ. കാരണം അതിൽ എത്ര സത്യം ഉണ്ടെന്നുള്ളത് നമുക്കും അറിയില്ല. എന്തായാലും ഇല്ലാതെ ഒന്നും പറയില്ല എന്നുള്ളത് നമ്മൾക്കൊക്കെ കോമൺ സെൻസും ആണ്. അതിന് എതിരഭിപ്രായം പറയുന്നത് കാരണം എന്താ വെച്ചാൽ അവരുടെ വീട്ടിലുള്ളവർ, അല്ലെങ്കിൽ അവർ അവിടെ പോയിട്ടുള്ളത്, ഇനിയിപ്പോ എന്നെയാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ ഭാര്യയാണോ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ തോന്നുമ്പോൾ അവർക്ക് ദേഷ്യം വരുന്നതാണ്. ശരി, ഇനിയിപ്പോ അത് എന്തെങ്കിലും ആകട്ടെ. പക്ഷെ എനിക്കിവിടെ ശരണ്യന്റെ മറുപടിയാണ്. ഇതുപോലെ എല്ലാവരും കണക്കിന് ടി വിയിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അവരോട്, അവതാരകരോട് ആദ്യമേ പറയാം, മാന്യമായ ചോദ്യങ്ങൾ ചോദിക്കുക, എന്റെ കാര്യങ്ങൾ മാത്രം ചോദിക്കുക എന്ന് പറയാം. ഇനി അഥവാ ഇതുപോലെ ചൊറിഞ്ഞു വന്നാൽ ഇതുപോലെ ശരണ്യ കൊടുത്ത പോലെയല്ല, വലിച്ചിട്ട് അടി വെച്ച് കൊടുക്കും. ഇതിനു മുമ്പ് ഈ ആള് തന്നെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. മറ്റേ
അല്ല ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് നമ്മുടെ മുടിയനെ, അപ്പൊ അവൻ കണക്കിന് കൊടുക്കുന്നുണ്ട്. അവർ ആമ്പിള്ളേര് ഇതുപോലെ കുറച്ചും കൂടി ക്ഷമ ഉണ്ടാവണം എന്നില്ലല്ലോ, അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അപ്പൊ അവര് റിയാക്ട് ചെയ്യും, അങ്ങനെ കണക്കിന് മറുപടി കൊടുക്കണം കേട്ടോ ഇനി പോകുന്നവര്. ഓക്കെ, മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ചേട്ടാ.